നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഐഎസ്എല്ലിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയും തമ്മിലുള്ള മത്സരം സമനിലയിലാണ് അവസാനിച്ചത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂറിലധികം സമയം 10 പേരായി ചുരുങ്ങിയിട്ട് മത്സരം സമനിലയിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. കളിയുടെ അവസാന ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയ ഡ്യൂസൻ ലെഗാത്തൂർ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിനായുള്ള ആദ്യ ശ്രമങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അതിനുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒന്ന് കേൾക്കുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെക്കുറിച്ച്. ഗുഡ് ഐ ആം സർപ്രൈസ്ഡ്. ഞാൻ അത്ഭുതപ്പെട്ടു. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് ഈ ലീഗിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫാൻസാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം നമുക്കറിയാം അദ്ദേഹത്തിന് ആ ഒരു LOC കൊച്ചിയിൽ കാണാൻ പറ്റിയിട്ടില്ല. മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നടക്കുമ്പോൾ കൊച്ചിയിലെ സ്റ്റേഡിയം എങ്ങനെയാവും, മഞ്ഞക്കടലായി തീരാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു അനുഭവം എന്തായാലും ഡ്യൂസൻ ലെഗാത്തൂറിന് കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കേട്ടത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരാധകരിൽ ഒന്നാണ് എന്നാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇങ്ങനെ സ്റ്റേഡിയം കാണുമ്പോൾ അദ്ദേഹം സർപ്രൈസ്ഡായി എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനുമില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പതിയെ ട്രാക്കിലാവുന്നു എന്ന തോന്നലാണ് ഇപ്പോൾ ആരാധകർക്കുള്ളത്. 2025 അൺബീറ്റനായിട്ടാണ് ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. കോച്ച് മിക്കായൽ സ്റ്റാർ പോയതിനു ശേഷം പോസിറ്റീവ് റിസൾട്ടുകളാണ് കൂടുതലായിട്ടും ലഭിക്കുന്നത്. ആരാധകരെ വീണ്ടും വലിയ രൂപത്തിൽ ആകർഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ടീമുള്ളത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.